റജി ലൂക്കോസ്, ഇത് വല്ലാത്തൊരു മാതൃകയാണ്. അത് കേവലം വാക്കുകളല്ല. കാരണം നമ്മളൊക്കെ മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. സാധാരണഗതിയിൽ ദുരന്തബാധിതരെ അവർക്ക് വേണ്ട ചികിത്സ നൽകുമായിരിക്കും. ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെയോ ഒഴിഞ്ഞ കെട്ടിടത്തിൻ്റെയോ മറവിൽ അവർക്ക് ഒരു പാർപ്പിടം ഒരുക്കും. അതാണ് നാം കണ്ടുവരുന്ന രീതി. അതൊക്കെ അട്ടിമറിച്ച് പിണറായി വിജയൻ സർക്കാർ അക്ഷരാർത്ഥത്തിലൊരു ടൗൺഷിപ്പ്, അവർക്ക് നഷ്ടമായത് ആ ജീവനുകൾ മാത്രമാണ് അവരുടെ കൂടെയുള്ള. അതിനെ ഒരിക്കലും മനുഷ്യനെ പുനഃസൃഷ്ടിക്കാനാകില്ല. ബാക്കി എല്ലാ സാഹചര്യങ്ങളും അവർ താമസിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഒരു ടൗൺഷിപ്പ് എന്ന നിലയിൽ റോഡ്, പാർക്ക്, കളിസ്ഥലങ്ങൾ, വീട്, അങ്ങനെ ലോകോത്തര നിലവാരത്തിൽ അത് 207 പൂർത്തിയാകുന്നു. അതങ്ങനെ പുരോഗമിച്ച് വരികയാണ്. വളരെ കുളിർക്കാറ്റുള്ള ഒരനുഭവം. അതായത് നമുക്ക് ഇങ്ങനെ ഒരു സർക്കാരുണ്ട് എന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പൗരൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സുരക്ഷിതത്വം, ആ സുരക്ഷിത ബോധം, അതൊരു പക്ഷേ ഈ വിപ്ലവാനന്തര ഭരണകൂടങ്ങളിലൊക്കെയാണ് കാണാറുള്ളത് എന്നൊക്കെയാണ് നാം വായിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു വല്ലാത്ത സുരക്ഷിതം വ്യക്തിപരമായി പോലും നമുക്ക് തോന്നുന്നു ഇതൊക്കെ കാണുമ്പോൾ. തീർച്ചയായിട്ടും 2 മാസം മുമ്പ് കൽപ്പറ്റ ഞാനൊരു യാത്ര ചെയ്തപ്പോൾ കൽപ്പറ്റ ടൗൺഷിപ്പിന് തൊട്ടടുത്ത് തന്നെ ഈ ടൗൺഷിപ്പ് തന്നെ ഇവിടെ ഉയരുവാണ്. മനോഹരമായ ഒരു കാഴ്ച. ഒരുപക്ഷെ അത് ലോക ചരിത്രത്തിൽ തന്നെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു വലിയ രീതിയിലുള്ള ഒരു സർക്കാരിന്റെ കൈത്താങ്ങാണ്. വെറുതെ അല്ല, അതിന്റെ കളിസ്ഥലം, ഹോസ്പിറ്റലൈസേഷനുള്ള സൗകര്യങ്ങൾ എല്ലാം കൂടി അവർക്ക് സുഖമായി ജീവിക്കാനുള്ള സൗകര്യമാണ് സർക്കാർ 10 സെന്റുകളിൽ വെച്ച് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ എതിർക്കുന്നവര്, അല്ലെങ്കിൽ അതിനെ ഇവിടുത്തെ വിഷയം എന്താണ്? ബാംഗ്ലൂർ സമീപം, എയർപോർട്ടിന് സമീപം സ്ക്വയർ ഫീറ്റിന് 10,000 രൂപ വിലയുള്ള 5 ഏക്കർ സ്ഥലത്ത് ഏതാണ്ട് 180ഓളം പാവപ്പെട്ട കുടുംബങ്ങളെ, 1600ഓളം മനുഷ്യജീവനെ, അതിൽ ഗർഭിണികളുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, വൃദ്ധരുണ്ട്, അല്ലാത്തവരും രോഗികളും ഒക്കെ ആയിട്ടുള്ളവരുണ്ട്. അവരെ വെളുപ്പിനെ 4 മണിക്ക് യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാജ് നടപ്പാക്കിക്കൊണ്ട് ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ അതിനീചമായ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തി വലിയ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ദേശീയ പ്രാധാന്യം കിട്ടിയത് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുന്ന AR MP അവിടെ പറത്തിറങ്ങി ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരോടൊപ്പം അവിടെ എത്തി ആ പാവങ്ങളെ തണുത്ത വിറച്ച അന്തരീക്ഷത്തിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ജീവം കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ തണുപ്പത്ത് വിറങ്ങലിക്കുന്ന കുഞ്ഞുങ്ങളുമായി നിൽക്കുന്ന അമ്മമാരെയും വൃദ്ധരെയും ചേർത്ത് പിടിച്ച് അവർക്ക് ആശ്വാസം പകർന്ന് അത് ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. കൊണ്ടുവന്നതിന് ശേഷമാണ് വാസ്തവത്തിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവിടെ നടത്തിയത് ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമാണ്. അവർക്ക് അല്ലെങ്കിൽ ഫ്ളാറ്റുകൾ നൽകും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള തുക നൽകും എന്ന് പറഞ്ഞത്. ഇതൊന്നുമല്ല വിഷയം. വിഷയം എന്ന് പറയുന്നത് അസൽ ബുൾഡോസർ രാജായിരുന്നു. കുട്ടികളുടെ പഠിക്കുന്ന ബുക്കുകൾ, പുസ്തകങ്ങള്, അവരുടെ ജീവിത രേഖകൾ എല്ലാമാണ് അതിൽ അതാണ് റജി ലൂക്കോസ് അതിനകത്ത് കാതലാകുന്നത്. അപ്പോൾ ചില അരാഷ്ട്രീയവാദ സിനിമകളോ അല്ലെങ്കിൽ അവരൊക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ അല്ല. യഥാർത്ഥത്തിൽ ഇതിൽ ഹൃദയപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആശയപരമായ വ്യക്തതയുടെ ഒരു അടിത്തറയുണ്ട്. അത് നോക്കൂ. നമുക്ക് ഇപ്പോൾ റജി ലൂക്കോസ് തന്നെ സൂചിപ്പിച്ചതുപോലെ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ അവിടെ നിരവധി കുടുംബങ്ങളെ വഴിയാധാരമാക്കി അവരുടെ ബുൾഡോസർ രാജ് യോഗി ആദിത്യനാഥ് നടപ്പാക്കുന്നത് പോലെ, BJPയിലെ യോഗി ആദിത്യനാഥ് നടപ്പാക്കുന്നത് പോലെ കർണാടകത്തിലെ കോൺഗ്രസ് സിദ്ധരാമയ്യ സർക്കാർ, DK ശിവകുമാർ സർക്കാർ ഒക്കെ ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുന്നു. അത് മാത്രമല്ല, അവർക്കൊരു ആൾട്ടർനേറ്റ് എന്ന നിലയിൽ അവർക്കൊരു പാർപ്പിടം പോലും ഒരുക്കുന്നില്ല. അവർ 5 ലക്ഷം രൂപ അടയ്ക്കണം പോലും. ഇത്രയേറെ വിഷയമായപ്പോൾ 5 ലക്ഷം രൂപ അടച്ചാൽ അവർക്ക് വീട് നൽകാം എന്ന രീതിയിലേക്ക് വന്നു. ആ പാവങ്ങളോട് അങ്ങനെ പറയുന്നു. അതൊന്ന്. 2, കേരളത്തിലേക്ക് തന്നെ വന്നാൽ KPCC യൂത്ത് കോൺഗ്രസും ഒക്കെ ഈ പാവങ്ങളുടെ പേരിൽ പിരിച്ച പണം, ആ പണത്തിൻ്റെ തറക്കല്ലിടും 28-ാം തീയതി എന്ന് പറഞ്ഞു. അത് ഇന്ന് വരെ ഇട്ടിട്ടില്ല. അതിപ്പോൾ പറയുന്നു 28-ാം തീയതി ഇടണമെന്ന് ആഗ്രഹമാണ് പറഞ്ഞതെന്ന്. ഇനി ജനുവരി 12-ന് ഇടാമെന്നാണ് പറയുന്നത്. തറക്കല്ല് പോലും ഇട്ടില്ല. അപ്പോൾ കർണാടകത്തിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകൾ നടത്തുന്ന ഈ വിഷയത്തിലുള്ള സമീപനം, അവിടെയാണ് ഈ ഹൃദയപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൈത്താങ്ങുമായി പിണറായി വിജയൻ സർക്കാർ എത്തുന്നത്. ഇതിൽ കക്ഷി രാഷ്ട്രീയ അധിഷ്ഠിതമല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു ആശയപരമായ വ്യക്തതയുടെ സമീപനം ആ പരിപ്രേക്ഷ്യത്തിൽ വീക്ഷിക്കേണ്ടതില്ലേ യഥാർത്ഥത്തിൽ? 100%. അതായത് കർണാടകയിൽ പുലർച്ചെ കൊടുത്തണുപ്പത്ത് മനുഷ്യരഹിതമായിരുന്നുള്ള നീചത്വം കാണിച്ച് ഭവനരഹിതമാക്കിയപ്പോൾ ഇവിടെ പ്രകൃതി കവർന്നെടുത്ത ഭവനങ്ങൾക്ക് പകരമായി ഒരു സംസ്ഥാന സർക്കാർ സമയാധിഷ്ഠിതമായിട്ട് ഏറ്റവും മനോഹരമായിട്ട് അവരെ റീഹാബിലിറ്റ് ചെയ്ത് അവരെ പുതിയ ഭവനങ്ങളിലേക്ക് എല്ലാ സുരക്ഷയും നൽകി ഏറ്റവും അടുത്ത ഒരു പട്ടണത്തിന് തൊട്ടടുത്ത് തന്നെ കൽപ്പറ്റയ്ക്കടുത്ത് അതിന് നിർമ്മാണങ്ങൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ 2 സർക്കാരും തമ്മിൽ ഒരു താരതമ്യം പോലും ഇല്ല.
കർണാടകയിലെ കൊടും ക്രൂരത കർണാടകയിലെ മാധ്യമങ്ങൾ പോലും മറച്ചു വെച്ചപ്പോൾ ഇങ്ങ് കേരളത്തിൽ നിന്നുള്ള ഒരു MP അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം, ഒരു ചെറുതോ വലുതായ ഒരു സംഘം പിന്നെ യുവാക്കൾ അവിടെ എത്തി അവരെ ചേർത്ത് പിടിച്ച് അവരുടെ കരങ്ങളിൽ പിടിച്ച വൃദ്ധജനങ്ങളുമായിട്ട് നടന്ന് അവർക്ക് വേണ്ടി ശബ്ദിച്ച ഒരു MP ഉണ്ട്, A റഹീം. ആ പാവങ്ങൾ ആദ്യമായിട്ടാണ് ഒരു MP കാണുന്നത്. ഈ കഴിഞ്ഞ 20-ാം തീയതി നടന്ന ഈ കൊടുംനീച ലോകസഭ ആകർഷിച്ച ഈ കൊടുംനീചത്വം അതിനുശേഷം ഈ MP നേതൃത്വത്തിൽ അവരെ എത്തിപ്പ് മാത്രമാണ് ലോകം തിരിച്ചറിയുന്നത്. എന്ത് തോന്നിവാസവും സാധാരണക്കാരന് വേണ്ടി ചെയ്യാൻ ആലോചിക്കണം. കർണാടകയിലെ ബാംഗ്ലൂരിൽ ആ നഗരത്തിന്റെ ഉള്ളിൽ അനധികൃതമായിട്ട് പണിതിരിക്കുന്ന കോടാനുകോടി വില വരുന്ന കെട്ടിടങ്ങൾ നിരവധിയുണ്ട്. അതിന്റെ ഒന്നും മുമ്പ് ഇപ്പൊ ഒരു ബുൾഡോസർ നിന്നില്ല. ഈ പാവപ്പെട്ടവർ 1600ഓളം പറയുന്ന സാധാരണക്കാരായ പാവങ്ങളെ, നിർധനരെ, അവരുടെ മുഴുവൻ ജീവിതരേഖകളും കുഞ്ഞുങ്ങളുടെ സർട്ടിഫിക്കറ്റ് പകരം ആ ബുൾഡോസർ അടിച്ചമർത്തിയപ്പോൾ അവിടെ എത്തിയ ശബ്ദം ഒരു മലയാളിയുടെ ശബ്ദമായിരുന്നു. അതൊരു CPM MP ശബ്ദമായിരുന്നു. അതിനെതിരെയാണ് ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതാക്കന്മാർ അവർ പറഞ്ഞതെന്താണ്, അവിടെ അവരെ മാറ്റി പാർപ്പിക്കുന്നു. ആ മുസ്ലിം ലീഗ് പ്രവർത്തകർ അവിടെ എത്തിയത് എന്തിനാണെന്നറിയോ? റിയൽ എസ്റ്റേറ്റ് സാധ്യതകൾ എന്തെങ്കിലും അവിടെ ഉണ്ടോ? കാരണം കോടിക്കണക്കിന് രൂപ ഒരു സെന്റിന് വില വരുന്ന സ്ഥലത്താണ് ഇന്നാണ് ഈ പാവങ്ങളെ ഇറക്കി വിട്ടിരിക്കുന്നത്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് സാധ്യത ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ പോയി ചുറ്റിക്കിറങ്ങി ലോകത്തിലെയും കേരളത്തിലെയും മനുഷ്യരെ അപമാനിച്ചുകൊണ്ട് നാണം കെടുത്തിക്കൊണ്ടും ആ ബുൾഡോസർ രാജിനെ ന്യായീകരിച്ച മുസ്ലിം ലീഗും കോൺഗ്രസും വാസ്തവത്തിൽ ഈ ജനതയോട് തന്നെ മാപ്പ് പറയണം. കാരണം ഇവരുടെ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അവിടാണ് കേരള സർക്കാർ നൽകിയിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ ഉദാഹരണം പറയാം. ഓഖി ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട നമ്മുടെ തീരദേശത്തെ സഹോദരങ്ങൾക്ക് ഈ ഗവൺമെന്റ് വെച്ചു നൽകിയ അതിമനോഹരമായ ഫ്ളാറ്റുകൾ, അപ്പാർട്ട്മെന്റ് കോംപ്ലക്സുകൾ ഞാൻ അവിടെ സന്ദർശിച്ച ഒരു 4 മാസം മുമ്പ്. അത് കണ്ടാലെങ്കിലും ഇവരുടെ കണ്ണു തുറക്കണം. കാരണം ഈ രാജ്യത്ത് വേറെ ഒരു സംസ്ഥാനത്ത് തീർച്ചയായും റജി ലൂക്കോസ് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് ഈ നിരീക്ഷണങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി.